1950 റേഞ്ചിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ കാണുന്നത്. 3 ഷെയ്ഡ്സാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പാറ്റേൺ നമുക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ടോൺ ആണ് വന്നേക്കുന്നത്. അതിൽ ഗ്രീനിൻ്റെ 2 ഷെയ്ഡ് വെച്ചും അതുപോലെ ലൈറ്റ് യെല്ലോയും കൂടെ വെച്ചിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിട്ട് സീക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത്. ബാക്കി ഫുൾ നമുക്ക് ഇങ്ങനെ ഒരു സിമിലർ ലെക്നവി എംബ്രോയിഡറി പോലെ ഫുള്ളായിട്ടും ടോപ്പിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് വരും. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് കോട്ട ഫാബ്രിക്കിൽ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. എൻഡിൽ നമുക്ക് ആ ഒരു കോർണറിലും ഒരു എംബ്രോയിഡറി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഒണിയൻ പിങ്ക് ടോൺ വരുന്നു. ഒണിയൻ പിങ്കും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരും. ലൈറ്റ് ഗ്രീനിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. അങ്ങനെ 3 ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. 2.5 മീറ്റർ ലെങ്തിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് പാറ്റേൺ വന്നേക്കുന്നത്. അതുപോലെ തന്നെ എംബ്രോയിഡറിയുടെ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ്. ചെറിയ എംബ്രോയിഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ എംബ്രോയിഡറി ഉണ്ട്. ഒരു ചെക്ക് പാറ്റേണിലാണ് ഈ ഫാബ്രിക് നമുക്ക് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴും കോട്ട ഫാബ്രിക്കിൽ സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്കാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഫുൾ എംബ്രോയിഡറിയും 2 കോർണറിലും എംബ്രോയിഡറി സീക്വൻസ് വർക്കും ഉണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ. സെയിം പാറ്റേൺ ഒണിയൻ പിങ്ക് ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്.